മധു, നിലവിൽ 77 പേരെയാണ് ഈ വിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അതായത് ഈ ചൂല മലയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണ് ഈ ആശുപത്രി ഉള്ളത്. ഇവിടേക്കായി ഇപ്പോഴും ഓരോ നിമിഷവും ആംബുലൻസ് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കാണാം. 77 പേരെ എത്തിച്ചു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതിൽ 7 പേരെ മരിച്ചു. ഒരു പുരുഷനെ മാത്രമാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. 9 പേർ തീവ്രപരിചരണ വിഭാഗത്തിലും 3 പേരുടെ നില ഗുരുതരമായും ചികിത്സയിൽ തുടരുകയായിരുന്നു. ചികിത്സയിലുണ്ടായിരുന്ന ഒരു കുട്ടിയെ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതായും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയവരിലേക്ക് ആണ് നമ്മളൊന്ന് പോകുന്നത്. നിങ്ങളാണോ ഈ മേഖലയിലുള്ളവർ ആണ് ഇപ്പോൾ വാർഡിലേക്കാണ് എല്ലാവരെയും മാറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോഴും ഓരോ ആംബുലൻസായി ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത്. ആശുപത്രിയിലെ നിലവിലെ സ്ഥിതി ഇങ്ങനെയാണ്. കൂടുതൽ പേരെ ഇങ്ങോട്ടേക്ക് അവിടെ എത്തിച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ ചൂരൽ മലയിൽ നിന്നുള്ള രക്ഷാപ്രവർത്തനമാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് കൂടുതൽ പേരെ എത്തിക്കുന്നത്. നമ്മുടെ ഈ ഒരു മേഖലയിലേക്ക് തന്നെ സൈന്യം ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങോട്ട് സൈന്യത്തിന്റെ വാഹനം കടന്നുപോയിട്ടുണ്ട്. ഒപ്പം തന്നെ അഗ്നിരക്ഷാ സേനയുടെ അംഗങ്ങൾ കൂടുതലായി എത്തുന്നുണ്ട്. ഈ മുണ്ടക്കൈ മേഖലയിലുള്ളവരല്ല, പ്രധാനമായി ഈ ചൂരൽമല മേഖലയിലുള്ള രക്ഷാപ്രവർത്തനത്തിലൂടെ ഇവിടെ കൂടുതൽ പേരെ എത്തിച്ചവരാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ 7 പേർ മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 77 പേർ നിലവിൽ ഇപ്പോൾ ചികിത്സയിലുണ്ട്. 9 പേർ തീവ്രപരിചരണ വിഭാഗത്തിലായി ചികിത്സയിലുണ്ട് എന്നുള്ളതാണ്. ഈ ആശുപത്രിക്കുള്ളിൽ വാർഡിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാലാണ് പ്രതികരണം ലഭ്യമാവുക എന്ന് തോന്നുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള ആളുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പേരില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആശുപത്രിക്ക് അകത്തേക്ക് നമുക്ക് എത്തേണ്ടതായുണ്ട്. ആശുപത്രിക്ക് വാർഡിൽ ആയാൽ കൂടുതൽ പേരുടെ പ്രതികരണം നമുക്ക് വ്യക്തമാവും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഈ ചൂരൽമല ഭാഗം കേന്ദ്രീകരിച്ചാണ് ഈ ഒരു മേഖലയിലേക്ക്, ഈ വിംസ് ആശുപത്രിയിലേക്ക് കൂടുതൽ പേരെ എത്തിക്കുന്നത്. ഓരോ മണിക്കൂറിലും ഇപ്പോൾ ഓരോ മിനിറ്റിലും ആംബുലൻസ് ഇങ്ങോട്ടേക്ക് ചീറിപ്പാഞ്ഞെത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അത്തരത്തിലുള്ള ഒരു വിന്യാസം തന്നെ ഈ രക്ഷാപ്രവർത്തകരുടെ നാട്ടുകാരുടെയൊക്കെ നേതൃത്വത്തിലുള്ളൊരു വിന്യാസം തന്നെയാണ് നടന്നുകൊണ്ട് ഇരിക്കുന്നത് എന്നുള്ളതാണ്. ആശുപത്രിക്ക് അകത്ത് ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ഉൾപ്പെടെ 3 പേർ ഗുരുതര നിലയിൽ കഴിയുന്നുണ്ട്. ഒരാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക്, ഗുരുതര നിലയിലുള്ള കുട്ടിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതുമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ മണിക്കൂറിൽ എന്തായാലും ഇപ്പോൾ ഇവരെ എത്തിച്ചവർ അരുൺ, അവിടെ നിന്നുള്ള ആളുകളുടെ പ്രതികരണം കൂടി, കാരണം നമുക്ക് വിവരങ്ങൾ ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ അവിടെ രക്ഷാപ്രവർത്തനത്തിൽ എത്തിയ ആളുകളുടെ പ്രതികരണം ആവശ്യമാണ്. അരുൺ അത് അവിടെ നിന്ന് ലഭ്യമാക്കും എന്ന് വിചാരിക്കുന്നു. മേപ്പാടി വിംസ് ആശുപത്രിയിൽ 77 പേരെയാണ് എത്തിച്ചത്. അതിൽ 7 പേർ മരിച്ചു എന്ന വാർത്തയാണ് അറിയുന്നത്. ഇതാ ഒരു ആംബുലൻസ് കൂടി എത്തുകയാണ്. തീവ്രപരിചരണമുള്ള ആളുകളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്, തീവ്രപരിചരണം ആവശ്യമുള്ള ആളുകളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ വിംസ് ആശുപത്രിയിലേക്ക് നേരത്തെ അരുൺ പറഞ്ഞതുപോലെ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ആംബുലൻസുകൾ എത്തുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. 9 പേർ അവിടെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. 3 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നുകൂടി അറിയുന്നു. ചികിത്സയിലുണ്ടായിരുന്ന ഒരു കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമം കൂടി നടത്തുന്നുണ്ട്. നേരത്തെ ഈ പറയുന്ന 77 പേർ വിംസ് ആശുപത്രിയിൽ ചികിത്സയിലെത്തിയ 77 പേരിൽ വയനാട്ടിൽ നിന്ന് കാണാതായ ഡോക്ടർമാർ കൂടിയുണ്ട് എന്നുകൂടി അറിയുന്നു.